യുഡിഎഫ് മന്ത്രിസഭയിൽ കാസർഗോഡ് ജില്ലയ്ക്ക് പ്രാതിനിധ്യം ലഭിക്കാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു. മഞ്ചേശ്വരം എംഎൽഎ എ.കെ.എം. അഷ്റഫിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും രണ്ടാം ടേമിൽ പരിഗണിച്ച പട്ടികയിൽ പോലും ഇദ്ദേഹത്തിന്റെ പേരുണ്ടായില്ല. ഇത്തരത്തിൽ ജില്ലയെ അവഗണിച്ചത് വോട്ടർമാരോടുള്ള അനീതിയാണെന്ന വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയിൽ കാസർഗോഡ് ജില്ലയ്ക്ക് പ്രാതിനിധ്യം ലഭിക്കാത്തത് വലിയ നിരാശയ്ക്കും പ്രതിഷേധത്തിനുമാണ് ഇടയാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം നടത്തിയിട്ടും ജില്ലയെ അവഗണിച്ചത് വോട്ടർമാരോടുള്ള അനീതിയാണെന്ന വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. മുസ്ലിം ലീഗ് 5 മന്ത്രിമാരെ പ്രഖ്യാപിച്ചപ്പോൾ ലീഗിന് ശക്തമായ സ്വാധീനമുള്ള കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മഞ്ചേശ്വരം എംഎൽഎ എ.കെ.എം. അഷ്റഫിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും രണ്ടാം ടേമിൽ പരിഗണിക്കുന്ന പട്ടികയിൽ പോലും ഉൾപ്പെട്ടില്ല. ജില്ലയിൽ നിന്നുള്ള 3 UDF MLA-മാരും പുതുമുഖങ്ങളായതിനാൽ അവരെയും പരിഗണിച്ചില്ല. എ.കെ.എം. അഷ്റഫിനെ പോലെയുള്ള നേതാക്കളെ മന്ത്രിയാക്കണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമായിരുന്നു. സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ കാസർഗോഡ് ജില്ല നേരിടുന്ന വികസന മുരടിപ്പിന് അറുതി വരുത്തുവാൻ ഭരണതലത്തിൽ ജില്ലയിൽ നിന്നൊരു മന്ത്രി അനിവാര്യമാണെന്ന അഭിപ്രായമായിരുന്നു ജനങ്ങളിൽ നിന്നും ഉയർന്നത്. 2021 745 വോട്ടുകൾക്കാണ് എ.കെ.എം. അഷ്റഫ് അന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്ന കെ. സുരേന്ദ്രനെ തോൽപ്പിച്ച് മത്സരരംഗത്ത് സാന്നിധ്യം അറിയിച്ചത്. ഇത്തവണ 29,252 വോട്ടുകൾ നേടി അതേ സുരേന്ദ്രനെ ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കിയായിരുന്നു എ.കെ.എമ്മിന്റെ വിജയം. മികച്ച പ്രകടനവും ജനകീയ വിഷയങ്ങൾ കണ്ടെത്തി ഇടപെടൽ നടത്തുന്നതും അഷ്റഫിനെ ജനകീയ നേതാവാക്കി മാറ്റിയിരുന്നു. ഇത്തവണ ജയിച്ചാൽ മന്ത്രിസ്ഥാനമെന്നായിരുന്നു വ്യാപകമായി പ്രചരിച്ച സൂചനകൾ. കാസർഗോഡ് ജില്ലയ്ക്ക് ഇത്തവണ ഒരു മന്ത്രി ഉണ്ടാവുമെന്ന് ഏറെ പ്രതീക്ഷിച്ചവരാണ് കാസർഗോഡ് ജില്ലക്കാർ, പ്രത്യേകിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർ. കാരണം നേരിട്ടൊരു മന്ത്രി ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മന്ത്രിസഭയിൽ അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോഴും കാസർഗോഡ് ജില്ലയെ പിന്തള്ളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങൾക്ക് പിന്നെ പ്രതീക്ഷയുള്ളത് വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരെയും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെയും കുറിച്ച് വളരെ വിശദമായ അറിവ് നേടിയ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കാസർഗോട്ടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ തക്ക വിധത്തിലുള്ള ഇടപെടലുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയായിരുന്നു. ജില്ലയ്ക്ക് ഒരു മന്ത്രി വേണമെന്നാവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും വിവിധ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. UDF മന്ത്രിസഭയിൽ അവസാനമായി കാസർഗോഡ് നിന്നും ഒരു മന്ത്രിയുണ്ടായി 2 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. 2001 മുതൽ 2004 വരെ A.K. ആന്റണി മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായ ചെർക്കളം അബ്ദുള്ളയാണ് അവസാനമായി UDF മന്ത്രിസഭയിലെത്തിയ കാസർഗോട്ടുകാരൻ. അതിനു മുൻപ് 1991 മുതൽ 95 വരെയുള്ള മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പും 1995-96 വരെ PWD വകുപ്പും കൈകാര്യം ചെയ്ത CT അഹമ്മദ് അലിയാണ് ഇദ്ദേഹത്തിൻ്റെ മുൻഗാമി. 2016-2021 LDF മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരനാണ് അവസാനമായി കാസർഗോഡ് ജില്ലയ്ക്ക് ലഭിച്ച മന്ത്രി. കാഞ്ഞങ്ങാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ CPI നേതാവായ ഇ ചന്ദ്രശേഖരൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. ആരോഗ്യ, വിദ്യാഭ്യാസ, ടൂറിസം മേഖലകളിൽ ഉൾപ്പെടെ കാസർഗോഡ് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ ജില്ലയിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായതോടെ കാസർഗോഡ് ജില്ലയിലുള്ളവർ കടുത്ത നിരാശയിലാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.